ഗുഡ് മോർണിംഗ് മൂന്നാർ. ദേവികുളം മൂന്നാറിലുള്ള നല്ല തണുപ്പാണ് രാവിലെ. അപ്പോൾ രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ചു. ഓക്കെ, അപ്പം വണ്ടി കയറിയിട്ട് വരാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മൂന്നാർ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ സൈറ്റ് സീന് പോവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ. നമ്മൾ ഗ്യാപ്പ് റോഡ് ദേവികുളം ഭാഗത്തായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ദേവികുളത്ത് നമ്മൾ നേരെ മൂന്നാർ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ ഭംഗി! ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് കാണുന്നുണ്ട്. ഇതുപോലും വന്ന് കാണാൻ പറ്റാത്ത എത്രയോ ആൾക്കാരില്ലേ, അവരിലേക്ക് ഞാനിത് സമർപ്പിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഗസ്റ്റ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ രാത്രി ലേറ്റായിട്ട് എത്തിയത്, അതുകൊണ്ട് രാവിലെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി വൈകി. അപ്പം നമ്മൾ രാവിലെ തന്നെ നേരെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തിയിരിക്കും. രാജമല എന്ന് പറയും. അങ്ങനെ നാഷണൽ പാർക്കിലേക്ക് വന്നു. വണ്ടി ഗസ്റ്റിനെ അവിടെ ഇറക്കി ടിക്കറ്റ് കൗണ്ടർ അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ പാർക്കിംഗ് ഉണ്ട് കുറച്ച് മുകളിലാണ്, അങ്ങോട്ട് പോവാണ്. നല്ല തിരക്കായി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നല്ല ക്രൗഡാവും കേട്ടോ. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവും. ഇപ്പം എന്തായാലും രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. നമ്മൾ വന്ന സമയത്ത് മൈനസൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം. തണുപ്പ്, അടിപൊളി ക്ലൈമറ്റാണ്. വാ, തണുപ്പുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത് പോയിരുന്നത് ടീ മ്യൂസിയം കേട്ടോ. മൂന്നാർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് ടീ മ്യൂസിയം. ടീ മ്യൂസിയത്തിലെ ഗസ്റ്റിനെ ഇറക്കി അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് ട്രിപ്പിൾ ടീയുടെ ഒരു ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ നല്ല ടീ പോയിന്റിലേക്ക് പോയി. നമുക്ക് ഡ്രൈവേഴ്സിന് ഫ്രീ ആട്ടോ അവിടെ ചായ. നമ്മൾ ട്രിപ്പിളിൻ്റെ ഒരു ടീ വാങ്ങി അത് ടേസ്റ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യണം. അവിടുന്ന് നമ്മൾ നേരെ പോയത് ടീ മ്യൂസിയത്തിൻ്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സ്പോട്ടിലെത്തും. ഇവിടെ അങ്ങനെ അധികം പോകാറില്ലെന്ന് തോന്നുന്നു, കാരണം അറിയില്ല, അറിഞ്ഞു വരണം. ഇവിടെ ഒരുപാട് വയ്യാത്ത ആൾക്കാർ, എന്താ പറയുക, അവർ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പേപ്പർ ബാഗ്, ക്ലോത്ത്, മെറ്റീരിയൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മൾബറി തോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്ന്, അപ്പോൾ അത് ഒരാൾ വന്ന് നമുക്ക് കംപ്ലീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. സ്വീറ്റ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. നല്ല രസമുള്ള ലൊക്കേഷൻ ആട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തി. ഇപ്പോൾ ഉച്ച സമയത്തേക്കും നല്ലൊരു ക്ലൈമറ്റാണ്. അവിടെ ട്രാക്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ലാലുവിൻ്റെ കളക്ടറേറ്റ് സെൻറ്ററിലെത്തി. മൂന്നാറിൽ പള്ളിവാസലിലാണ് കേട്ടോ. ഇവിടെ 2 ഷോയാണ്. 5 മണിക്ക് കഥകളി തുടങ്ങും, 5 തൊട്ട് 6 മണി വരെ. 6 മണി തൊട്ടിട്ട് 7 മണി വരെ കളരിപ്പയറ്റാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു ഷോയ്ക്ക്. അപ്പം നമ്മൾ ലാലുമായിട്ട് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം കേട്ടോ. കാരണം അപ്പം നമ്മൾ സ്ഥിരം ലാലുവിൻ്റെ അടുത്ത് തന്നെയാണ് വരാറ്. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഗംഭീരം, അതിഗംഭീരം, അടിപൊളി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൈറ്റ് സീൻ ഇവിടെ ഇന്ന് ലാസ്റ്റ് ആട്ടോ. കാരണം ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ തന്നെ ഏകദേശം 7 മണി കഴിയും. പിന്നെ ഇവിടുന്ന് നമ്മൾ ഓടിയെത്തുമ്പോൾ ദേവികുളം എത്തുമ്പോഴേക്ക് ഏകദേശം 8 മണി അടുത്താവും.
അപ്പോൾ അങ്ങനെ പുതിയ വിശേഷങ്ങളായി നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം നമുക്ക് നാളെ കാണാം. താങ്ക് യു, ബൈ.